നമസ്കാരം. ഇറാൻ ഇളകി മറിയുകയാണ്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ യുഎസും ഇസ്രായേലും ഇടപെടുന്നു. ഇനി സൈനികമായി നേരിട്ട് യുഎസ് ഇടപെടുമോ എന്നാണ് ലോകം കാത്തിരിക്കുന്നത്. വെനസ്വേലയ്ക്ക് പുറമെ ഗ്രീൻലൻഡിനെ കൂടി പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം 2 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. സമീപകാലത്തൊന്നും ഇറാൻ കാണാത്ത പ്രതിഷേധമാണിത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടങ്ങിയതാണ് ഈ പ്രക്ഷോഭം എങ്കിലും ഭരണമാറ്റം പ്രധാന മുദ്രാവാക്യമായി മാറിയിരിക്കുന്നു. റിസ ഷാ പഹ്ലവി അമേരിക്കയിൽ നിന്ന് ആഹ്വാനങ്ങൾ നൽകുന്നു. ഏത് നിമിഷവും ഇടപെടും എന്ന് ട്രംപ് ഭീഷണി മുഴക്കുകയാണ്. രാജ്യത്തെമ്പാടും ഇൻ്റർനെറ്റ് നിരോധിച്ചിട്ടും പ്രക്ഷോഭത്തെ അടക്കി നിർത്താൻ ഇറാൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. സംഘർഷത്തിൽ ഇതിനകം 100-ലധികം പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. 2500-ലേറെ പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായും മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു. സമാധാനപരമായ പ്രതിഷേധങ്ങൾ വിദേശ ശക്തികൾ ഇടപെട്ട് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് ഇറാൻ ഭരണകൂടം പറയുന്നത്. ജൂണിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ അതിന് പിന്തുണ നൽകിയവരാണ് ഇപ്പോഴത്തെ കലാപത്തിൻ്റെ നേതാക്കൾ എന്നും ഇറാൻ വിശദീകരിക്കുന്നു. പ്രതിഷേധങ്ങൾക്കിടയിൽ നിന്നും മൊസാദ് ചാരന്മാരെ ഇറാൻ പിടികൂടുന്നുണ്ട്. ഇറാൻ്റെ ആഭ്യന്തര വിഷയത്തിൽ യുഎസും ഇസ്രായേലും ഇടപെടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അമേരിക്കയും ഇറാനും സമവായത്തിലെത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം ഇസ്രായേൽ ഇടങ്കോലിട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ നേരിട്ട് ഇറാനെ ആക്രമിച്ചു. അപ്രതീക്ഷിത തിരിച്ചടിയും നേരിട്ടു. അതിന് ശേഷമാണിപ്പോൾ ഈ ഭരണത്തെ തന്നെ മാറ്റാൻ യുഎസും ഇസ്രായേലും ഒന്നിച്ച് ശക്തമായി ഇറങ്ങുന്നത്. ഗ്രീൻലൻഡിനെ സ്വന്തമാക്കാനുള്ള അമേരിക്കയുടെ നീക്കം യൂറോപ്പിലാകെ ആശങ്ക പടർത്തുകയാണിപ്പോൾ. അർദ്ധസ്വയം ഭരണാധികാരത്തോടെ ഗ്രീൻലൻഡ് ഡെൻമാർക്കിൻ്റെ ഭാഗമാണ്. വിദേശ ബന്ധങ്ങൾ, പ്രതിരോധം എന്നിവ പോലുള്ള കാര്യങ്ങൾ ഡെൻമാർക്ക് നിയന്ത്രിക്കുന്നു. ഒരു ഘട്ടത്തിലും അമേരിക്കയുടെ ഭാഗമാകാൻ അന്നാട്ടുകാർക്കോ ഡെൻമാർക്കിനോ താൽപ്പര്യമില്ല. അവരുടെ എതിർപ്പിനെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. കഴിഞ്ഞ 50 വർഷത്തിനിടെ നടത്തിയ വിശദമായ മാപ്പിങ്ങുകളിലൂടെ ഗ്രീൻലൻഡിലെ പ്രധാനപ്പെട്ട ധാതുവിഭവങ്ങളുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപൂർവ ഭൗമ മൂലകങ്ങൾക്കും നിർണായക ധാതുക്കൾക്കുമൊപ്പം വലിയ രീതിയിൽ ഫോസിൽ ഇന്ധന ശേഖരവും ഗ്രീൻലൻഡിൽ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ലോകത്തെ മൊത്തം എണ്ണവാതക നിക്ഷേപങ്ങളുടെ 25% ഉത്തര ധ്രുവത്തിലാണ്. ഗ്രീൻലൻഡിൽ ഇരുമ്പയിര്, കൽക്കരി, വജ്രം, സ്വർണം, യുറേനിയം, എണ്ണ, ഗ്യാസ് എന്നിവയുടെ വലിയ ശേഖരമാണുള്ളത്. ഈ സമ്പത്ത് കൈക്കലാക്കാൻ ഗ്രീൻലൻഡ് യുഎസ് വിലയ്ക്ക് വാങ്ങുകയോ ഡെൻമാർക്ക് വിസമ്മതിക്കുകയാണെങ്കിൽ പിടിച്ചെടുക്കുകയോ ചെയ്യാം എന്നാണ് ട്രംപിൻ്റെ നിർദ്ദേശം. ഇത് യാഥാർത്ഥ്യമാക്കാൻ സൈനിക ഇടപെടൽ ഒരു മാർഗമായി ട്രംപ് ഇപ്പോഴും പരിഗണിക്കുന്നു എന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയത്. ഗ്രീൻലൻഡ് സ്വന്തമാക്കാൻ അമേരിക്കയെ മോഹിപ്പിക്കുന്നത് അതിനടിയിൽ മറഞ്ഞുകിടക്കുന്ന വിലയേറിയ പ്രകൃതി വിഭവങ്ങൾ മാത്രമല്ല, ഉത്തരധ്രുവത്തിൻ്റെ സൈനിക തന്ത്രപ്രധാനമായ സ്ഥാനം കൂടിയാണ്. 1943 മുതൽ ഇവിടെ യുഎസ് വ്യോമസേന താവളമുണ്ട്. ഭൂമിയുടെ ഏറ്റവും വടക്കു ഭാഗത്തെ യുഎസ് സൈനിക താവളം കൂടിയാണ് ഇത്. 2ാം ലോക യുദ്ധകാലത്ത് ജർമ്മനിയുടെ ആക്രമണത്തിൽ നിന്ന് ഡെൻമാർക്കിൻ്റെ കോളനികൾക്ക് സംരക്ഷണം നൽകാനായിരുന്നു ഇത് സ്ഥാപിച്ചത്. പിൽക്കാലത്ത് അമേരിക്ക ഡെൻമാർക്കുമായി സുരക്ഷാ ഉടമ്പടി ഉണ്ടാക്കി. അതോടെ അത് സോവിയറ്റ് യൂണിയൻ്റെ വ്യോമസേനാ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള പ്രധാന കേന്ദ്രമാവുകയും ചെയ്തു. ഇപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കാൻ അമേരിക്കക്ക് നിർണായക മേഖലയാണ് ഗ്രീൻലൻഡ്.